നോബോളോ? അതെന്ത് സാധനം? ഒരു നോബോൾ പോലും അറിയാത്ത ക്രിക്കറ്റേഴ്സ്. കാശ് വാങ്ങി തൂവാല കൊണ്ട് മുഖം തുടച്ച് കാൽ പരമാവധി ലൈനിനപ്പുറം വെച്ച് കരുതിക്കൂട്ടി നോബോൾ എറിഞ്ഞ് കാശ് വാങ്ങി കീശയിലിടുന്നവരുടെ ഇടയിൽ നീണ്ട ക്രിക്കറ്റ് കരിയറിൽ ഒരിക്കലും നോബോൾ എറിയാത്ത ക്രിക്കറ്റ് താരങ്ങൾ ഉണ്ടായിരുന്നെന്ന അറിവ് പോലും അത്ഭുതാവഹമാണ്. അങ്ങനെ ചിലരെ പരിചയപ്പെട്ടാലോ? കപിൽ ദേവ്. 131 ടെസ്റ്റും 225 ഏകദിനങ്ങളിലും ഇന്ത്യക്ക് വേണ്ടി കളിച്ച കപിൽ ദേവിന്റെ കരിയറിൽ ഒരു തവണ പോലും ഓവർ സ്റ്റെപ്പ് നോബോൾ ഉണ്ടായിട്ടില്ല എന്നറിയുമ്പോഴാണ് ഇന്നത്തെ ചില നോബോളുകൾ സ്വാഭാവിക സംശയങ്ങൾ ഉയരുന്നത്. ഇമ്രാൻ ഖാൻ. 88 ടെസ്റ്റും 175 ഏകദിനവും പാകിസ്ഥാന് വേണ്ടി കളിച്ച ഇമ്രാൻ ഖാനും കരിയറിൽ ഒരിക്കൽ പോലും ഓവർ സ്റ്റെപ്പ് നോബോൾ ചെയ്തിട്ടില്ല. ഒരിക്കൽ വേസ്റ്റിന് മുകളിൽ ഒരു നോബോൾ ഇമ്രാൻഖാന്റെ പേരിൽ കുറിക്കപ്പെട്ടിട്ടുണ്ടെന്നതൊഴിച്ചാൽ പഴയ ഇന്ത്യൻ ക്യാപ്റ്റനെ പോലെ പഴയ പാക് ക്യാപ്റ്റനും നോബോൾ കാര്യത്തിൽ കണിശക്കാരനായിരുന്നു. ഇയാൻ ബോതം. 102 ടെസ്റ്റിലും 116 ഏകദിനങ്ങളിലും ഇംഗ്ലണ്ടിന് വേണ്ടി കളിച്ച ഇയാൻ ബോധവും കരിയറിൽ ഒരിക്കൽ പോലും ഒരു ഓവർ സ്റ്റെപ്പ് നോബോൾ എറിഞ്ഞിട്ടില്ല. ഡെനിസ് ലിലി. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി 70 ടെസ്റ്റ് കളിച്ച ഡെന്നിസ് ലിലിയുടെ 13 കൊല്ലം നീണ്ട കരിയറിൽ ഒരിക്കൽ പോലും ഒരു നോബോളും ഉണ്ടായിട്ടില്ല എന്നത് ക്രിക്കറ്റ് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഈ റെക്കോർഡുകളിൽ കണ്ണടച്ച് വിശ്വസിക്കുക സാധ്യമല്ല. കാരണം ഇവരെല്ലാം തേർഡ് അമ്പയർ എന്ന മൂന്നാം കണ്ണ് വരുന്ന 1992 മുമ്പ് കളി അവസാനിപ്പിച്ച കളിക്കാരാണ്. കാണാതെ പോയ കാൽവെപ്പുകളിൽ കണക്കിൽപ്പെടാത്ത പോയവരെങ്കിലും ആദ്യം പ്രതിപാദിച്ച 3 പേരും ഓൾറൗണ്ടർമാരുമായിരുന്നു എന്നതും ഇത്തരുണത്തിൽ എടുത്തു പറയേണ്ട വസ്തുതയാണ്. കളിക്കാനും ജയിക്കാനും കളിച്ചിരുന്നവരുടെ കാൽപാദങ്ങൾക്കുണ്ടായിരുന്ന കൃത്യതയെ കട്ടെടുത്തത് കാശാണോ കാലത്തിനുണ്ടായ കാതലായ കാഴ്ച മികവാണോ എന്ന കാര്യത്തിലാണ് കാഴ്ചക്കാരായ ക്രിക്കറ്റ് പ്രേമികളുടെ സംശയം ഇപ്പോൾ ഉരുണ്ടുകൂടുന്നത്.